ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് സ്റ്റാർ ഫ്രൂട്ട് അഥവാ ചതുരപ്പുളി വെച്ചിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. അപ്പോൾ നമുക്ക് ഈ ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതാണ് സ്റ്റാർ ഫ്രൂട്ടിൻ്റെ മരം. ഇതിലിപ്പോൾ ധാരാളം സ്റ്റാർ ഫ്രൂട്ട് ഉണ്ടായി കിടക്കുന്നുണ്ട്. ഇപ്പോൾ എറണാകുളത്തും കൊച്ചിയിലൊന്നും സ്റ്റാർ ഫ്രൂട്ടിൻ്റെ ചെടികളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇതിപ്പോൾ ഞങ്ങൾ ട്രിപ്പ് വന്നപ്പോഴത്തേക്കും മൂന്നാറിലുള്ള എൻ്റെ സിസ്റ്ററിലോട് ചാച്ചൻ്റെ വീട്ടിലെ സ്റ്റാർ ഫ്രൂട്ട് ട്രീ ആണ്. സ്റ്റാർ ഫ്രൂട്ടിൻ്റെ മലയാളത്തിൽ ചതുരപ്പുളി എന്നും പറയും. സ്റ്റാർ ഫ്രൂട്ടിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു മധുരവും ചെറിയൊരു പുളിപ്പും ചുവപ്പും എല്ലാം കൂടിയ ഒരു ടേസ്റ്റ് ആണ്. സ്റ്റാർ ഫ്രൂട്ടിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്കിന്നിനും മുടിക്കും ഒക്കെ വളരെ നല്ലതാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. നമ്മൾ പറിച്ചെടുത്തപ്പോൾ നല്ല ഫ്രഷ് ആയിരുന്നു. പക്ഷെ വണ്ടിയിലൊക്കെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അത് കുറച്ച് വാടിയിട്ടുണ്ട്. സ്റ്റാർ ഫ്രൂട്ട് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ സ്റ്റാർ ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഞാനിവിടെ സ്റ്റാർ ഫ്രൂട്ട്സ് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നല്ല സ്റ്റാറിൻ്റെ ഷേപ്പിലാണ് വരുന്നത്. സ്റ്റാർ ഫ്രൂട്ട് ഇതുപോലെ ഞാൻ നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു 6 എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. ഈ സൈസിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കാം. ഇനി ഞാൻ എടുത്തിരിക്കുന്ന ഒരു ചെറുനാരങ്ങയാണ്. ഈ സൈസിലുള്ള ഒരു ചെറുനാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. മിക്സിയുടെ ഒരു വലിയ ജാറിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്റ്റാർ ഫ്രൂട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിൻ്റെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നാരങ്ങയും കൂടി പിഴിഞ്ഞ് അതിൻ്റെ നീരും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലേക്കിപ്പോൾ 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നീട് അടിച്ചതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മിക്സി മൂടി ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇപ്പോൾ ജ്യൂസ് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ പിച്ചടെല്ലാം മാറ്റിക്കളയാം. അതിന് ശേഷം ജ്യൂസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. റെഡിയായ ജ്യൂസ് ഞാനിവിടെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്.